ഗുഡ് മോർണിംഗ്. ഇന്നാടിപ്പാട് ഇഫ്താർ ഉണ്ടാക്കാൻ കിച്ചൺ കയറിയപ്പോഴാണ് ഗ്യാസ് എന്നെ ചതിച്ചത്. ഗ്യാസ് തീർന്നു ഗൈസ്. ഇപ്പൊ എല്ലാത്തിനും ഒരു തീരുമാനം. കുറച്ചു നേരം ഞാൻ സ്തംഭിച്ചു നിന്നു. കാരണം നാളെ ഇവിടെ ഫാമിലി ഇഫ്താർ പാർട്ടിയാണ് ആൻഡ് എനിക്ക് നാളത്തേക്ക് ചെയ്തു വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഗ്യാസ് ഇല്ലാണ്ട് ഇതൊന്നും നടക്കൂല. അങ്ങനെ ഞാൻ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്തു. പിന്നെ കുടിക്കാൻ റേച്ചൽ സോച്ചോട് എപ്പോഴും എന്റെ ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ആയിരിക്കും. ഇന്ന് ബത്തക്കൊക്കെ ഒരു റെസ്റ്റ് കൊടുക്കാന്ന് വെച്ചു. മാപ്പിള പനിച്ചു വരച്ച് കിടക്കായിരുന്നു. അതുകൊണ്ട് ഞാൻ മാത്രമേ ഉള്ളൂ. നല്ല അവസ്ഥക്ക് ഇരുന്ന് തിന്ന് സ്തൂകിച്ചു. ഞാനൊരു ഡൈ ഹാർഡ് ഖുനാഫ ഫാൻ ആണെന്ന് ഈ തീറ്റ കണ്ടാൽ മനസ്സിലായിട്ടുണ്ടാവല്ലോ. അങ്ങനെ എല്ലാം അടിച്ചു കയറ്റി ഞാൻ വീട്ടിലുള്ള സ്പെയർ ഗ്യാസ് എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഗ്യാസ് ബുക്ക് ചെയ്ത് വരാൻ 1-2 ദിവസം എടുക്കും. സോ അത് കാത്തിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ വീടെത്തി അവിടെ നിന്ന് കുറച്ച് കെനുവായി കത്തിയൊക്കെ അടിച്ചിരുന്ന സ്പെയർ ഗ്യാസ് എടുത്ത് തിരിച്ച് ഫ്ലാറ്റിലേക്ക് പോന്നു. എന്റെ കുറെ ആമസോൺ ഓർഡേഴ്സ് അഡ്രസ്സ് മാറ്റാൻ മറന്ന എല്ലാം വീട്ടിലേക്കാണ് ഡെലിവർ ആയത്. അങ്ങനെ അതും കൂടെ എടുത്തു വന്നു. ആവേശ് കുമാറായി ഗ്യാസ് ഒക്കെ എടുത്ത് വന്നാൽ കണ്ടായിരിക്കും എനിക്ക് ഗ്യാസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാമെന്ന്. അങ്ങനെ ഞാൻ മാപ്പിളനെ എണീപ്പിച്ചു. എന്നേക്കാൾ വലിയ ദുരന്തമായിരുന്നു ഗൈസ് അത്. അങ്ങനെ കല്ലാസും കന്നാസും ഗ്യാസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ശ്രമിക്കുന്ന സീൻസ് ആണത്. എന്തായാലും എണീച്ചതല്ലേ, കുറച്ചുകൂടെ സാധനം ഇൻസ്റ്റാൾ ചെയ്തിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് ആമസോൺ ഐറ്റംസ് എല്ലാം റെഡിയാക്കാനിരുത്തി. അപ്പോഴേക്ക് ഒരു സർപ്രൈസ്. ഞങ്ങൾ എല്ലാവരെയും വിട്ട് ബാംഗ്ലൂർ പോയ ഫിദ 1 മാസത്തിന് ശേഷം തിരിച്ചു വന്നിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ ഞാൻ എന്റെ പുതിയ കട്ടിംഗ് ചായ് ഗ്ലാസ് സെറ്റ് ഉദ്ഘാടിച്ചു. ഇഫ് യു വാണ്ട് ദ ലിങ്ക്, കോമെന്റ് ലിങ്ക്. പിന്നെ കുറെ നേരം ഇവരൊക്കെ കത്തിയടിച്ചിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. ഓക്കേ ബൈ.